ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 31-ാം വാക്യം. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. നിത്യം നിലനിൽക്കുന്ന ദൈവവചനത്തെക്കുറിച്ച് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നും നിലനിൽക്കുന്ന വചനം എന്താണ് എന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അല്ലെ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നും നിലനിൽക്കുന്ന ദൈവം ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ ഈ ഭൂമിയിൽ നാം എപ്രകാരം ജീവിക്കണം എന്ന് അവൻ വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിച്ചു. അതുകൊണ്ടാണ് പലപ്പോഴും അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ടല്ലേ, വചനത്തെ സ്നേഹിക്കാനായിട്ട് പറ്റണം. ഇന്ന് നമുക്കത് സാധിക്കുന്നില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേട്ടോ, ക്രൈസ്തവനാണ് എങ്കിൽ ഒരിക്കലെങ്കിലും ദൈവത്തിന്റെ വചനം അത് മുഴുവനൊന്ന് വായിക്കണം. ചടങ്ങ് തീർക്കാനായിട്ടോ വായിച്ച് തീർക്കാനായിട്ടോ അല്ല, മറിച്ച് മനസ്സിലാക്കാനായിട്ട്, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം മനസ്സിലാക്കാനായിട്ട്, അവൻ ഈ ഭൂമിയിൽ സഹിച്ച സഹനങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഈ വചനം ആത്മാർത്ഥമായിട്ട് വായിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരിക്കലെങ്കിലും കേട്ടോ നമ്മൾ അത് വായിച്ചൊന്ന് തുടങ്ങണം. പെട്ടെന്നൊന്നും മനസ്സിലാകത്തില്ല. ഒത്തിരി പ്രാവശ്യം വായിക്കുമ്പോഴാണ് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുക. പക്ഷേ സ്നേഹിക്കണം, ഈ വചനത്തെ സ്നേഹിക്കണം. 2-3 കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, വചനം കേൾക്കണം. വചനം കേൾക്കാനായിട്ട് തയ്യാറാവണം. 2, വചനം വായിക്കണം. 3, ഈ കേട്ട വചനം, വായിച്ച വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. എന്നാൽ മാത്രമേ ഉത്തമ ക്രൈസ്തവനാണ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന് മുമ്പില് അഭിമാനത്തോടുകൂടി നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം. കാരണം തമ്പുരാന്റെ വചനം കേട്ട് ജീവിക്കുന്നവൻ ഒരിക്കലും പാപത്തിന് അടിമപ്പെടുകയില്ല. അവന്റെ ജീവിതം എപ്പോഴും വിശുദ്ധിയുള്ളതും നന്മ നിറഞ്ഞതുമായിരിക്കും. പക്ഷെ പലപ്പോഴും നമുക്ക് ഈ വചനം അനുസരിച്ച് ജീവിക്കാനായിട്ട് പ്രയാസമാണ്. കാരണം ഇഷ്ടംപോലെ ത്യാഗമുണ്ട് കേട്ടോ. ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് വെടിയണം. എളിമപ്പെട്ടുകൊണ്ട് സ്വാർത്ഥത വെടിഞ്ഞുകൊണ്ട് ഈ ലോക സുഖങ്ങളിൽ നിന്ന് അകന്നു ജീവിക്കുന്നവന് മാത്രമേ അവന്റെ വചനം അനുസരിച്ച് ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിനത്തിൽ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഈ വചനത്തെ, എന്നും നിലനിൽക്കുന്ന ദൈവം തന്നെയായ അവന്റെ വചനത്തെ വായിക്കുവാനായിട്ടോ സ്നേഹിക്കുവാനായിട്ടോ എനിക്ക് സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന് മുമ്പിലായിരുന്നുകൊണ്ട് മാപ്പ് ചോദിക്കുവാനായിട്ട്, കൂടുതൽ സമയം കണ്ടെത്തിക്കൊണ്ട് ദൈവത്തിന്റെ വചനം വായിക്കുവാനായിട്ട്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആത്മാർത്ഥതയോടുകൂടി ആ വചനം മുഴുവൻ വായിച്ച് ആ വചനം അനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് വിശുദ്ധിയോടുകൂടി ഈ ലോക ജീവിതയാത്ര പൂർത്തിയാക്കി സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.